ഹായ്, എല്ലാവർക്കും ഒറ്റമൂലി കർഷകൻ എന്ന ചാനലിലേക്ക് വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യാണ്. ഇത് വളരെ സ്പെഷ്യലായിട്ടൊന്നുമില്ല, പക്ഷേ വളരെ സന്തോഷത്തോടുകൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇത് ഞാൻ വളർത്തുന്ന എൻ്റെ ബ്രീഡുകൾ വളരെ ചുരുക്കം ബ്രീഡുകൾ മാത്രമേ ഉള്ളൂ, 2-3 അതിനെ മാത്രം പരിചയപ്പെടുത്താനായിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാൻ ചെയ്തിട്ടുള്ളതും എനിക്ക് ചെയ്യാനായിട്ട് ആവശ്യമായി വന്ന വസ്തുക്കളും എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലത്തെ വീഡിയോ തന്നെയാണ്. ഇതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു കൂടെ എങ്ങനെയാണെന്ന് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയിൽ നിന്ന് കൊള്ളാണ്ടിരിക്കാനൊക്കെ ആയിട്ട് സൈഡിൽ ഇതാക്കിയിട്ടുള്ളതാണ്. എന്നാലും അത്യാവശ്യത്തിൽ കൂടുതൽ എയർ പാസ് ചെയ്യാനൊക്കെ ഉള്ള ഗ്യാപ്പ് ഇട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഗ്ലാസിൻ്റെ ഒക്കെ ഇത് വരുന്ന ഫ്രെയിം കൊണ്ടാണ്. അതിൻ്റെ ഫ്രീ ആയിട്ട് കിട്ടിയാണ്. എനിക്കിപ്പോൾ ഇതിൽ ചിലവായിട്ട് വന്നിട്ടുള്ളത് ഈ കാണുന്ന നെറ്റ് മാത്രമാണ്. അതിനിപ്പോൾ ആകെ ഒരു 2000 രൂപയുടെ അടുത്ത് മാത്രമേ എനിക്ക് ചിലവായിട്ടുള്ളൂ. പിന്നെ ആ ഷീറ്റ് വാങ്ങിയതും, പിന്നെ ഈ കാണുന്ന ഈ ചുവപ്പ കളറിലുള്ള വല നമ്മുടെ ബീച്ചിലെ സഹോദരന്മാർ, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ നമുക്ക് എത്തിച്ചു തന്നാണ് ഈ സാധനം. അപ്പോൾ അതിനൊന്നും വലിയ ചിലവില്ല. പിന്നെ അതിൻ്റെ ഡെയിലി കിളി ഇതൊക്കെ വെറുതെ ഒരു അലങ്കാരത്തിന്, പക്ഷെ അതൊക്കെ വെറുതെ വാങ്ങിയിട്ടതാണെങ്കിൽ അത്യാവശ്യം നന്നായി ബ്രീഡായി കിട്ടുന്ന ഒരു ഇനുണ്ട്. നമ്മൊരു ടൈം പാസ് ആണെങ്കിൽ അത്യാവശ്യം വരുമാനം കിട്ടുന്ന സൈഡാണ് ഇതൊക്കെ. പിന്നെ ഇതിൽ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് മുഗിയാണ്. മെയിനായിട്ടെന്ന് അറിയാനായിട്ടുള്ളതൊന്നുമില്ല, ആകെ കുറച്ചുള്ളൂ. അത് വെറുതെ റെസ്റ്റിന് വേണ്ടി ചെയ്യുന്നതാണ്, നമ്മൾ ബ്രീഡിങ് ഒന്നല്ല. ഇത് ഞാൻ ആദ്യമായിട്ട് എടുത്ത ബ്ലാക്കാണത്, ചിക്കായിട്ട് എടുത്താണ്. ഇപ്പം മുട്ടയിട്ടിരിക്കുകയാണ്. ആൾ നല്ല ആക്റ്റീവാണ്. നമ്മളെ തലയിലും ഇടയ്ക്ക് വന്ന് ചെവിടുമ്പോൾ ഇരുന്ന് കൊത്തും അഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് പിന്നെ ബ്ലൂ ബാർ, ഇത് മാർക്കൗട്ട് ഉണ്ട്. എന്നാലും പറ്റുന്ന കോഴി മുട്ടയിട്ട് വരുന്നേക്കാൾ സ്പീഡിലാണ് പറ്റുള്ള ബ്രീഡിങ്. നന്നായി കുട്ടികളെ നോക്കുകയും ചെയ്യും. ഇത് മാർക്കൗട്ട് ഉണ്ട്, പക്ഷേ നല്ല സ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് എടുത്താണ്. അതിനൊരു കോഫി ബാർ കളറാണ്, അതും ഇപ്പോൾ ചിക്കിറങ്ങിയിരിക്കുന്നു. പിന്നെ ഞാനിത് ചെയ്തിട്ടുള്ള ഫുള്ളടിൽ മണ്ണ്, ബീച്ചിലത്തെ മണ്ണ് ഇട്ടിട്ടുണ്ട്. കാരണം അത് ഇടുമ്പോൾ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ എപ്പോഴും കൂട് ഡ്രൈ ആയിരിക്കും, പകുതി അണുക്കളൊക്കെ നമുക്ക് ഇതുകൊണ്ട് തടയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ചിക്ക് ഇറങ്ങിയതിന് ആദ്യത്തേതിൽ. പിന്നെ ഇതൊരു സിൽവർ, ഇതും ചിക്കിറങ്ങുന്നുണ്ട്. ഇത് 3 മുട്ട ഞാൻ വെച്ചെടുത്തിട്ട് ഒരു പ്രാവിന് തൂങ്ങൽ വന്നപ്പോൾ 3 മുട്ട വെച്ചെടുത്തപ്പോൾ അതായിട്ട് ആട്ടിരുന്ന് അതിൻ്റെ കുട്ടി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. 3 നല്ല ഉഷാറിൽ തന്നെ കിട്ടി. പിന്നെ ഇത് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോസ് ബ്രീഡുകൾ. ക്രോസ് എന്ന് വെച്ചാൽ ഫാൻറ്റയിൽ 2 മെയിലാണ്, ഫീമെയിൽ കിട്ടാണ്ടായപ്പോൾ അതിന് ഈ അമ്പലപ്രാവും നാടൻ പ്രാവിനൊക്കെ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല ക്രോസ് കുഞ്ഞുങ്ങളിറങ്ങി നമുക്ക് വിൽക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഈ പഴയ മരവും പട്ടിക ഇതുകൊണ്ടൊക്കെ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതിനൊന്നും നമുക്ക് വലിയ പൈസ ഒന്നും ചിലവ് വരുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ മൊത്തം കൂടുണ്ടാക്കിയത് എനിക്ക് ഒരു 30,000-3500 രൂപയുടെ ഉള്ളിൽ എനിക്ക് ഇത് മൊത്തം ഉണ്ടാക്കാനായിട്ട് ചിലവ് വന്നിട്ടുള്ളൂ. പിന്നെ ഇതിലൊക്കെ മണ്ണിടണോണ്ടുള്ളൂ, എപ്പോഴും ഡ്രൈ ആയിരിക്കും. ഇതിന് പരമാവധി നമുക്ക് വീട്ടുകളെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീട്ടുകൾക്ക് പുറത്തിറങ്ങി പറന്നെടുക്കാനും അങ്ങനെ ഒരു ഗ്യാപ്പായിട്ട് കുറച്ച് പുറത്തേക്ക് വല നീട്ടി കെട്ടിയെന്നുള്ളൂ. ഇതിലിപ്പോൾ നാടനൊക്കെ ആയിട്ടാണ് മയിൽപ്രാവ് മുട്ടയിട്ടിരിക്കുന്നത്. വല്ലാണ്ടായിട്ട് മുട്ടയിട്ട് ഇങ്ങനെ വിരിഞ്ഞ് ഇതാക്കണില്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ബ്രീഡായി കിട്ടുന്നുണ്ട്. പിന്നെ ഈ നാടൻ പ്രാവ് ഇപ്പം ഏറ്റവും മാർക്കറ്റുള്ള സാധനമല്ലോ, നാടനും ക്രോസിനൊക്കെ. അപ്പോൾ ശരിക്കും ഈ മാർക്കിങ്ങുള്ള ബ്രീഡിനൊക്കെ ചെയ്യുന്നേക്കാൾ നല്ലത് നാടൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതാകുമ്പോൾ ഒരു മാർക്കൗട്ടൊന്നും നോക്കുന്നില്ല, സിമ്പിളായിട്ട് വിറ്റ് പോവും, ഒരു കുഴപ്പമില്ലാണ്ട് ആൾക്കാർ ഇങ്ങോട്ട് തന്നെ ചെയ്യുന്നത്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 3 ചിക്കിരിക്കുന്നുണ്ട്. എല്ലാവരും പറയും ചിലപ്പോൾ കുട്ടിച്ചാവും കിട്ടൂല എന്നൊക്കെ. ഇത് വലിയ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം അല്ലാതെ ഒരേ സൈസ് ചെയ്താണ് വലുതാണ്. പിന്നെ തീറ്റ ഇതായി തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ടുള്ളൂ. ഇനി എന്താണെന്നറിയാം. ഇത് പിന്നെ നമ്മൾ ആശുപത്രിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ കാണുമ്പോൾ തന്നെ ഇങ്ങോട്ട് പിടിച്ചിടും, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത്രക്കുള്ള എൻ്റെ ചെറിയ പ്രാവിൻ്റെ വലിയ ലോകം. അപ്പോൾ ഞാൻ ഒരു തുടക്കക്കാരാണ്, പോരായ്മകളുണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ടേക്ക് ചെയ്യുക. താങ്ക് യു.